ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് സൈക്കോളജിയുടെ 12th മൊഡ്യൂളായ എക്സെപ്ഷണൽ ചിൽഡ്രന്റെ നോട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്റെ ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ടുണ്ടാകും. വളരെ എളുപ്പം അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടെയാണ് ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞ മൊഡ്യൂള്. എന്താണ് അത് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. Okay, exceptional children means children who needed a special care because of their exceptional qualities. The term indicates they are not normal, maybe normal, low normal or above normal. എന്താണ് ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ? ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ എക്സെപ്ഷണൽ ക്വാളിറ്റീസ് ഉള്ള കുട്ടികൾ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളായിരിക്കും. ഈ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോർമൽ അല്ലെ, ചിലപ്പോ ഒരു നോട്ട് നോർമൽ, ഒരു നോർമൽ അല്ലാത്തതോ, ചിലപ്പോ ബേബി ലോ നോർമൽ, കുറച്ച് നോർമൽ അല്ലാത്ത കുട്ടികളോ അല്ലെങ്കിൽ ഒട്ടും നോർമൽ അല്ലാത്ത കുട്ടികളോ ആയിരിക്കാം ഈ എക്സെപ്ഷണൽ കേസിൽ പറയുന്നത്. അപ്പം നിങ്ങൾ ഇതിന്റെ അകത്ത് കുറച്ചധികം ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ്സ് ഉള്ള കുട്ടികൾ, ബിഹേവിയർ ഡിസോർഡർ ഉള്ള കുട്ടികൾ, ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്, ചിൽഡ്രൻ വിത്ത് സ്പീച്ച് ഡിഫക്ട്, ചിൽഡ്രൻ വിത്ത് ഓർത്തോപീഡിക് ഡിഫക്ട്. അല്ലെ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെ, പ്രതിഭാശാലികളായ ടാലന്റഡ് ആയ കുട്ടികൾ അല്ലെ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാകും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ, പ്രതിഭാശാലികൾ, എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ അല്ലെ, മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ അല്ലെ, മാനസികമായിട്ട് ബുദ്ധിമാന്ദ്യം പല കുട്ടികളും കാണാം. മെന്റലി അല്ലെ, അവർക്ക് ചിലപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ചിലപ്പോൾ അവർ മെന്റലി ഡിപ്രസ്ഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജന്മനെ അങ്ങനെ ഉള്ളതാകാം. അങ്ങനെ പല കേസുകൾ കൊണ്ടാണ് മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ ഉണ്ടാകുന്നത്. അവർക്ക് നമ്മളൊരു ടീച്ചേഴ്സ് എന്ന രീതിയിൽ നമ്മളൊരു സ്പെഷ്യൽ കെയർ കൊടുക്കണം. അതിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ് ഇത്, എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ടുള്ളതായിട്ടൊന്നും ഇല്ല. കൂടുതലും ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ, അതുപോലെ തന്നെ ഹിയറിംഗ് ഇമ്പയർമെന്റ്സ് അല്ലെ, കേൾവി ശക്തി കുറവുള്ള കുഞ്ഞുങ്ങൾ. നമുക്കറിയാം ക്ലാസ്സുകളിൽ കേൾവി ശക്തി കുറവുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു സ്പെഷ്യൽ കെയർ എപ്പോഴും എന്ത് ചെയ്ത് കൊടുക്കണം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ചിലപ്പം ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് അത്ര വലിയ പ്രോപ്പർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കെയർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തെടുക്കണം, ഫ്രണ്ടിൽ കൊണ്ടിരുത്തി അവരെ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് മനസ്സിലായോ അല്ലെ, ചെറുതായിട്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളിൽ കൊണ്ട് ആക്കണം. ഇങ്ങനെ ഹിയറിംഗ് ഇമ്പയർമെന്റ്സ് ഉണ്ടാകുന്ന ചിലപ്പം ചില കുട്ടികൾക്ക് വലിയൊരു ഡിസീസസ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഫീവർ ഉണ്ടാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജന്മനാ ഉള്ളതോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കേസിലോ അങ്ങനെയൊക്കെയാണ് ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ്സ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ. ഒരു മാരകമായ അസുഖം വന്നാലോ, അപ്പൊ അങ്ങനെ പല റീസൺസ് കൊണ്ടാകാം ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെ കേൾവി ശക്തി കുറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയാനായിട്ട് ചിൽഡ്രൻ വിത്ത് ബിഹേവിയർ ഡിസോർഡേഴ്സ് ആണ്. ബിഹേവിയർ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പെരുമാറ്റത്തിൽ അല്ലെ, അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു ഡിസോർഡേഴ്സ് ഉള്ളത്. അവര് ഡിസോർഡർ ആയിട്ടായിരിക്കും അവരെപ്പോഴും ബിഹേവിയർ, അവർ ഭയങ്കര ചില കുട്ടികൾ ചില സമയത്ത് അഗ്രസീവ് ആയിരിക്കും. അവർ എപ്പോഴും അവർ മാനസികമായിട്ടും അല്ലെങ്കിൽ അവര് ചില ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടാവും കുട്ടികളെ പേന വെച്ച് കുത്തുക, അവരെ ഉപദ്രവിക്കുക, അങ്ങനെ ചില കുട്ടികൾ അങ്ങനെ ഒരു ബിഹേവിയറൽ ഡിസോർഡർ അല്ലെ, ടീച്ചേഴ്സിനോട് എതിർത്ത് സംസാരിക്കുക, അങ്ങനെയുള്ള കുട്ടികളായിരിക്കും ക്ലാസ്സുകളിൽ. അപ്പൊ ആ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നോക്കുകയും വേണം. അതുകൂടാതെ അവരുടെ ആ ഒരു ബിഹേവിയർ ഡിസോർഡർ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണിക്കുക എന്നാണ് ഇതിലൂടെ പറയുന്നത്. അടുത്തതാണ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്സ് അല്ലെ, കാഴ്ചശക്തി കുറവ് അല്ലെ, കാഴ്ചയില്ലായ്മ. നമുക്കറിയാം ചില ക്ലാസ്സുകളിൽ കുട്ടികൾക്കാണ് കാഴ്ച കുറഞ്ഞിട്ട് അവർ കണ്ണാടി വെക്കുകയും അല്ലെ, അവർക്ക് ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ നമ്മളെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആയിരിക്കും ഇത് ഏറ്റവും കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ കുട്ടികൾ നമ്മളൊന്ന് ബോർഡിൽ എഴുതി തുടങ്ങുമ്പോഴേ കുട്ടികൾ പറയും, മിസ് എനിക്ക് കാണുന്നില്ല. അപ്പൊ നമ്മൾ ആ കുട്ടിയെ അനലൈസ് ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴേ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് നമ്മൾ ഫിസിഷ്യനെ, സ്കൂളിൽ തന്നെ ഫിസിഷ്യനെ കാണിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ പേരൻസിനോട് പറയുക, കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അതൊരു ഡോക്ടറെ കാണിക്കാന്ന് നമ്മൾ പറയുക
അല്ലെ. അപ്പൊ അതേപോലെ വിഷ്വൽ ഇമ്പയർമെന്റ്സ് ഇതേപോലെ തന്നെയാണ് പറയുന്നത്. അവർ ചിലപ്പം കണ്ണിന് കാഴ്ചശക്തി പോകുന്നത് ചിലപ്പോൾ ആക്സിഡന്റിലൂടെയോ അല്ലെങ്കിൽ പല മഞ്ഞപ്പിത്തം അങ്ങനത്തെ പനികളിലൂടെ അല്ലെങ്കിൽ മെനഞ്ചൈറ്റിസ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മുടെ കണ്ണിനെ ബാധിക്കുക ആ തരത്തിലായിരിക്കാം ചിലപ്പം കണ്ണിന് കാഴ്ച പോകുന്നത്, അല്ലെങ്കിൽ ആക്സിഡന്റ് കേസിൽ അങ്ങനെയൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് സ്പീച്ച് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇപ്പൊ വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്കറിയാം ഈ ബ്രെയിൽ സിസ്റ്റം അല്ലെ, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലിനിക് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കൂളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി നമ്മൾ കുട്ടികളെ ചേർക്കേണ്ടതാണ്. അതുപോലെ അവരുടെ ഇടയ്ക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ മറ്റ് സ്റ്റുഡൻസുമായിട്ടൊന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ഫീൽ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. സ്പീച്ച് ഡിഫക്റ്റ് അല്ലെ, സംസാരം അധികം ഇല്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാത്തവര്, കറക്റ്റ് ആയിട്ട് പറയാത്തവര്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പം ജന്മനാ കിട്ടുന്നതാകാം, ചിലപ്പോൾ അതിന്റെ നാക്കിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടിട്ടാകാം, ചിലപ്പോൾ സൗണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടിട്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഓർത്തോപീഡിക് ഡിഫക്റ്റ് അല്ലെ, അസ്ഥിരോഗം, ചിലപ്പോൾ ചില കുട്ടികൾക്ക് ജന്മനാ പോളിയോ ബാധിച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാതെ ഇങ്ങനെ കൈക്കും ബോൺസിനൊന്നും ആരോഗ്യമില്ലാതെ ഒടിഞ്ഞൊടിഞ്ഞ് വീഴുന്ന കുട്ടികളെ കാണാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ആണെങ്കിൽ പോലും നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കാം. മറ്റു കുട്ടികൾ ഉപദ്രവിക്കുക അല്ലെ, ചിലപ്പോൾ ബിഹേവിയർ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ ഇവരെ ഉപദ്രവിക്കാനായിട്ടുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നല്ല രീതിയിൽ കെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം, അതിന്റെ എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും അതിന്റെ ക്ലാസ്സസ് നല്ല പ്രോപ്പറായിട്ട് തന്നെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടതാണ്, ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ്. ഓക്കെ, താങ്ക് യു.